സ്വാഗതം. ഞങ്ങളിന്ന് തഴുതാഴ്മ പറിക്കാൻ പോവുകയാണ്. കണ്ടില്ല, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കവറിൽ ഇപ്പം മഴക്കാറുണ്ട്. മഴ പെയ്താൽ നനയും. അപ്പം നനയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 കുടകൾ പോകും. നമ്മളിപ്പോ നടന്നൊരു പാടത്തിന്റെ സൈഡിലേക്ക് എത്തി. അന്നൊരാഴ്ച മുന്നേ ഇവിടേക്ക് വെള്ളം പൊങ്ങി നിൽക്കില്ല. അപ്പൊ നമ്മള് ഇതാണ് പാടത്തിന്റെ ഇവിടെ ഒരു തോടുണ്ട്. ഇതാണ് ആ തോട്. കണ്ടോ, തോട് മറിഞ്ഞിട്ടായിരുന്നു ഒഴുകണ്ടായിരുന്നു. അപ്പൊ തീരെ വെള്ളമില്ല, വെള്ളം കുറഞ്ഞു. നമുക്കുള്ള സ്ഥലത്ത് എത്തി. കണ്ടില്ല, തഴുതായ്മ, ചോന്ന തഴുതായ്മ. ഇതാണ് ബെറ്റർ കഴിക്കാൻ. ഇതിന് വേറൊരു ഗുണം എന്നറിയില്ലേ, പുനർനവാന്നറിയും. കാരണം നമ്മുടെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ ചുരുങ്ങി, ഞരമ്പുകളൊക്കെ ഉത്തേജിപ്പിക്കാൻ പറ്റിയൊരു ഇലവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് തഴുതാഴ്മ. നമ്മുടെ ചുറ്റുവട്ടത്തും നമുക്ക് ആവശ്യമായ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഔഷധങ്ങളാണ്. അത് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. പലർക്കും അത് അറിയില്ല. പലരും അത് ഗുളിക രൂപത്തിലോ പാക്കിംഗ് രൂപത്തിലോ കിട്ടിയാൽ മാത്രമേ കഴിക്കുള്ളൂ. ഈ ചെടിയുടെ ഇടയിലാണ് തഴുതാഴ്മ ഉള്ളത്. കണ്ടില്ല, ഇതൊക്കെ എന്താ മുതല്. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ ആൾക്കാർ അതിൻ്റെ ഇല പൊട്ടിച്ച് വെച്ചാൽ മതി. അപ്പൊ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് കഴുക കറി വയ്ക്കുക. അപ്പൊ തഴുതായ്മ നമുക്ക് കുറച്ച് സ്ഥലത്ത് ഇവിടെ ഉണ്ടോ നോക്കാം. അവിടേക്ക് വീണ പിന്നെ ഞങ്ങൾ പറക്കെടുക്കേണ്ടി വരും. നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്തുന്ന ബൈബിളിൽ പറഞ്ഞ പോലെ കറക്റ്റാണ്. നമ്മൾ അന്വേഷിക്കാത്തത് കൊണ്ടാണ് കണ്ടെത്താത്തത്. അന്വേഷിച്ചാൽ കണ്ടെത്തും, ഉറപ്പുള്ള കാര്യമാണ്. വേണ്ടതാണ്. പാമ്പാ ചേമ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് കാര്യമില്ല. ചേമ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. പാമ്പാണ് പ്രശ്നക്കാരൻ. ഇവിടെ കൊറേ നമുക്ക് കിട്ടിട്ടാ. തഴുതായ്മ നമുക്ക് കിട്ടി. കണ്ടില്ല, തഴുതായ്മ തേടിയുള്ള യാത്രയിൽ മുക്കുറ്റി പൂത്തുടങ്ങിയിട്ടാ. ഓണത്തിന് വരവേൽക്കാൻ മുക്കുറ്റി പൂത്ത്. ഇത് ഓണത്തിന് പൂക്കളിടുമ്പോൾ നടുക്കിങ്ങനെ പിച്ചിട്ട് കുട്ടികളായിരിക്കും കൂട്ടായി മുട്ടി. അതുപോലെ കോളാമ്പിക്കുന്ന അറിയും, ഒരു മഞ്ഞ. ഇന്ന് അതിനെ കൺവെർട്ട് ചെയ്തിട്ട് വേറെ രൂപത്തിലേക്ക് ആക്കിണ്ട്. അതൊക്കെ പൊട്ടിക്കുക. അമ്പലത്തിന്റെ സൈഡിലോ നമുക്ക് അമ്പലം ഒന്നൊന്ന് കാണിച്ചു കൊടുക്കാം. ശ്രീനാരായണപുരം വഴിയാണിത്. ശരിക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള വഴി. അതുകൊണ്ടാണ് ശ്രീനാരായണപുരം വഴി. വേറെ ഭാഗം കണ്ടില്ല, സ്റ്റെപ്പായിട്ട് അവിടെ കൃഷി ചെയ്യുന്നു തോന്നുന്നില്ല. നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ കയറാൻ നമുക്കൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ വഴിക്കൊക്കെ പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് മാത്രം ഇനി നമുക്ക് ഭയം. നമ്മളിങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്ന് വരാറൊന്നുമില്ല കേട്ടാ. ആദ്യമായിട്ട് വരണത് തന്നെ. നമ്മപ്പോ ഇതൊരു ബ്ലോഗ് എരിക്കുമ്പൂവാണത്. ഇതാണ് ഞങ്ങള് പറഞ്ഞ അമ്പലം, വിഷ്ണുവിന്റെ അല്ലേ. അത് തൊട്ടടുത്ത് തന്നെ കുളമുണ്ട്. അമ്പലത്തിന് മുന്നിൽ കുളം. അതെ, കിഴക്കോട്ട് മുഖം. ഇവിടെ നല്ല ഇതാട്ടാ, സീനറിയാണ്. പാടം വീട് കണ്ടില്ലേ, ഇതാണ് ഒറ്റപ്പെട്ട വീട്. പാടത്ത് കണ്ട
അതുകൊണ്ടില്ലേ നല്ലൊരു ഇതാട്ടോ ഇവിടെ. നല്ല കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ, അത് ജീവിക്കുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാ. അതാ പിന്നെ അവിടെ ഒരു വീടുണ്ട്, പക്ഷെ അവിടെ കുറച്ചധികം വീടുകളുണ്ട്. വീടുകളുണ്ട്. ഇവിടെ കണ്ട വാഴകൾ ഇങ്ങനെ നല്ല, പിന്നെ ഓണവാഴകളാവൂലേ? തെങ്ങുകൾ കണ്ട ഇങ്ങനെ തിങ്ങി നിക്കണ നല്ല ഭംഗിയാട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം, ഇവിടെ ഒന്നും ഇല്ല. കണ്ട ഇതാണ് നമ്മൾ മെയിനായിട്ട് വന്നത് പുനർനാവിനെ അന്വേഷിച്ചാണ്. അത് കുറേ കിട്ടിയില്ല പുനർനാവ. അപ്പോൾ പുനർനാവ് കിട്ടി, അത് നമുക്കിന്ന് പിന്നെ തുമ്പ കണ്ടു മുക്കുറ്റി, നമുക്ക് തുമ്പ ആവശ്യം കണ്ടു മുക്കുറ്റി, പിന്നെ അങ്ങനെ കുറേ ചെടികളും നമുക്ക് പരിസരത്ത് ആവശ്യമായ ചെടികളും. അതായത് നമ്മൾക്ക് ചെടി ഉണ്ട്, അതിന് അടുത്ത് പൊട്ടിക്കാം. അത് പറയണ്ടപ്പോ, സർപ്രൈസ് ആയിക്കോട്ടെ. സർപ്രൈസ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അമ്പലത്തിന്റെ ഭാഗം കണ്ടില്ല, ഇവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അന്നദാനത്തിന് ഞങ്ങൾ അന്നം പ്രതിഷ്ഠാദിനത്തിന് ഭയങ്കര ഒരു അന്നദാനാണ്. ഉന്തും തള്ളും വീഴ്ചയൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങൾ പോയത്. എൻ്റെ അമ്പലത്തിന്റെ തൊട്ട് ബാക്കിലാണ് ഊട്ടൂര സ്ഥിതി ചെയ്യുന്നത്. ഇത് ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ ഇവിടെ നടത്തും. പിന്നെ ക്ഷേത്രത്തിൻ്റെതായ അന്നദാനം. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിട്ടാ. കുറച്ച് നടക്കാനുള്ളൂ. കുറച്ച് നടക്കണം. ഏകദേശം മെയിൻ റോട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. ഈ പൂവിന് എന്നിട്ട് പറയാ ഇതിട്ട് പേര് മറന്നുപോയി. ഇതുവരെ നല്ല വെയിലായിരുന്നു, മഴക്കാരൊക്കെ വന്നു തുടങ്ങി. കണ്ടില്ല, പെയ്യോ? പെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പെയ്യില്ലാട്ടാ. പെയ്യില്ല. ആരാ പറഞ്ഞേ? പറഞ്ഞു. നമ്മൾ തഴുതാഴ്മ ഈ തേടിയുള്ള യാത്ര അവസാനിപ്പിക്കാനുള്ള സമയമായി. വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്നു വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇപ്പോ നിങ്ങളുടെ വീടാണത്. ഇതാണ് ഞങ്ങള് ഈ നീല കളറിൽ കണ്ട ആണ് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ്. അതിലൊരു അടിയിലെ നിലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു ദിവസം നമുക്ക് ഹോം ടൂർ ആണ് ചെയ്യാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രം. ഇതൊക്കെ അടുത്തടുത്ത വീടുകളാണ്. ഇതൊരു പുതിയ വീടാ. പുതിയാണ്. അതിൻ്റെ പാലുകാച്ചിൽ കഴിഞ്ഞിട്ടില്ല. പാലുകാച്ചിൽ കഴിഞ്ഞു. പാലുകാച്ചിൽ കഴിഞ്ഞു. കുറ്റൂശ് കഴിഞ്ഞിട്ടില്ല. അടുത്തായിരിക്കും. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വ്ളോഗുമായി ഞങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ വരുന്നത് നിങ്ങളുടെ മുന്നിൽ എത്തും. ഇതൊരു മിനി വ്ളോഗാണ്. ഞങ്ങൾ ഈ ഇലച്ചെടികൾ തേടിയുള്ള യാത്രയാണ്. അപ്പോൾ അടുത്തൊരു മിനി വ്ളോഗുമായി വരുന്നവരെല്ലാവർക്കും ബൈ. ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ.